പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർക്കുക. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. വിശുദ്ധ കുർബാന വിശുദ്ധ ബലിയാണ്. ഇതാ വചനം പറയുന്നു, 1 യോഹന്നാൻ 2:2, അവൻ നമുക്കുള്ള പരിഹാര ബലിയാണ്. കൊളോസ്സസ് 2:14, നമുക്ക് ദോഷമായിരുന്ന സകലതിനെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. യേശുവിൻ്റെ കുരിശിനാൽ നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുത്തു. വിശ്വസിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വലതുകരം വിശുദ്ധ കുർബാനയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കണ്ണുകളെ അടച്ചു പിടിക്കുക. വിശുദ്ധ കുർബാനയിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഈശോയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഈശോയെ അനുഗ്രഹിക്കണമേ. ഞാൻ ചൊല്ലിത്തരുന്ന വചനം ഏറ്റു ചൊല്ലുക. സങ്കീർത്തനം 18:29. സങ്കീർത്തനം 18:29. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈ വചനത്തിന്റെ അനന്ത ശക്തിയാൽ എല്ലാ തിന്മകളും എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ സഹായത്താൽ എന്റെ ദൈവത്തിന്റെ സഹായത്താൽ നിർവീര്യമാകട്ടെ. എല്ലാ തടസ്സങ്ങളെയും യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും എന്റെ ദൈവത്തിന്റെ സഹായത്താൽ നിർവീര്യമാകട്ടെ. എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും എല്ലാ രോഗപീഠകളും യേശുവിന്റെ സഹായത്താൽ യേശുവിന്റെ നാമത്താൽ യേശുവിന്റെ കുരിശിനാൽ നിർവീര്യമാകട്ടെ. രോഗപീഠകൾ നിർവീര്യമാകട്ടെ. ദുഃഖപീഠകൾ നിർവീര്യമാകട്ടെ. വെറുപ്പിന്റെ അസ്വസ്ഥത നിർവീര്യമാകട്ടെ. ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ശക്തികളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ശക്തികളെയും കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അനന്ത യോഗ്യതയാൽ എല്ലാ തിന്മകളും നിർവീര്യമാകട്ടെ. തുടർന്നുള്ള സമയം നമ്മൾ വിശുദ്ധ കുരിശിന്റെ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പല പ്രശ്നങ്ങളുടെയും റൂട്ട് എന്നത് ബന്ധനങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അല്ലെങ്കിൽ നടന്നാലും അത് ഉദ്ദേശിക്കുന്ന നന്മ ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ കാരണം അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് ഇതാണ്, ഡെലിവറൻസ്. അതുകൊണ്ടാണ്
തൻ്റെ പുത്രനോടൊപ്പം യേശുവിനോടൊപ്പം സകലതും അവിടുന്ന് നമുക്ക് നൽകാതിരിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, തൻ്റെ പുത്രനോടൊപ്പം സകലതും ദാനമായി നമുക്ക് നൽകാതിരിക്കുമോ? റോമ 8-ാമത്തെ അധ്യായം 31 മുതൽ വചനങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ ചോദ്യമാണ്, പുത്രനോടൊപ്പം സകലതും നൽകാതിരിക്കുമോ? അപ്പൊ എന്തിനാണ് പുത്രനെ നൽകിയത്? ഇതാ അവൻ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ ഡെലിവറൻസ് ആദ്യം നമുക്ക് കിട്ടേണ്ടത് പാപത്തിന്റെ മേഖലയിലാണ്. പാപത്തിന്റെ മേഖലയിൽ, പാപത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു കാര്യം സംഭവിക്കുന്നു പാപത്തിന്റെ കേന്ദ്രസ്ഥാനത്ത്. അതാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത്, കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നത്. പാപത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ദൈവനിഷേധം നിലനിൽക്കുന്നു. അപ്പൊ എല്ലാ പാപവും ഒറ്റ കാര്യമാണ്. എല്ലാ പാപവും ഒരു കാര്യമാണ്, പിശാചിന്റെ ലക്ഷ്യം ദൈവത്തെ തള്ളിപ്പറയുക, ടു ഡിനൈ ഗോഡ്. അതാണ് എല്ലാ പാപത്തിന്റെയും ലക്ഷ്യം. നീ ചെയ്യുന്ന ജഡിക പാപം അത് ദൈവത്തെ നിഷേധിക്കലാണ്. നീ കോപിക്കുമ്പോൾ അത് ദൈവത്തെ നിഷേധിക്കലാണ്. അപ്പൊ പാപം ദൈവ നിഷേധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ നിഷേധത്തിൽ സന്തോഷിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയണം. ദൈവ നിഷേധത്തിൽ സന്തോഷിക്കുന്നത് പിശാചാണ്. അപ്പോ പാപമാണ് ഏറ്റവും വലിയ ബന്ധനമായിട്ട് അനേകം മക്കളിൽ കിടക്കുന്നത്. പാപം കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പറഞ്ഞ വ്യർത്ഥമായ വാക്കായിരിക്കാം, അതിലൂടെയാകാം. അതുകൊണ്ടല്ലേ മോശയ്ക്കും ദൈവത്തിനും മോശയ്ക്കുമെതിരെ ജനം പിറുപിറുത്തപ്പോഴാണ് സർപ്പങ്ങൾ അവരുടെ കൂടാരത്തിൽ കയറിയത്. നമ്മുടെ വീട്ടില് തിന്മ കയറിയത്, തിന്മ ബന്ധിച്ചിടാൻ കാരണം ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ച പാപമായിരിക്കണമെന്നില്ല. നിസ്സാര കാര്യങ്ങളിലൂടെ, നിസ്സാര വ്യർത്ഥവാക്കിലൂടെ തിന്മ വീട്ടിൽ കയറും. വീട്ടിൽ കയറിക്കഴിഞ്ഞാൽ ഒന്നൊന്നിനെ തൊടാൻ തുടങ്ങും. അതിനാൽ ഈ നിമിഷം പ്രാർത്ഥിക്കും. വിടുതലിന് വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് വിടുതലിന് വേണ്ടിയാണ്. പാപത്തിൽ നിന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. സാധിക്കുന്നവരെല്ലാം 2 കരങ്ങളും ശിരസിന് മുകളിൽ കമിഴ്ത്തി വയ്ക്കുക. നിങ്ങളെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കുക. പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കുക. കമിഴ്ത്തി വയ്ക്കുമ്പോൾ ഒരു കൈ തലയുടെ നേരെ വയ്ക്കുക, തലയുടെ ഇങ്ങനെ നേരെ വയ്ക്കുക. ഒരു കൈ പത്തി നേരെ വയ്ക്കുക, മറ്റൊരു കൈ ക്രോസ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു കുരിശ് വരാൻ പാകത്തിന്. ഇപ്പോൾ നിങ്ങളുടെ തലയുടെ മുകളിൽ നിങ്ങളൊരു ആ കൈപ്പത്തി രണ്ടും വച്ചിരിക്കുന്നത് ഒരു ക്രോസ് മാതിരിയാണ്, ഒരു കുരിശ് മാതിരിയാണ്. നിങ്ങളൊരു കുരിശിന്റെ കീഴിലാണ്. കുരിശിന്റെ കീഴിലാണ് ദൈവം നമ്മുടെ രക്ഷ വച്ചിരിക്കുന്നത്. കുരിശിന്റെ കീഴിലാണ് ദൈവം നമ്മുടെ രക്ഷ വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഡെലിവറി സംഭവിക്കട്ടെ, ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. കൊളോസ്സോസ് 2:14 വചനത്തിന്റെ യോഗ്യതയാൽ, 1 യോഹന്നാൻ 2:2 അഭിഷേകത്താൽ, 1 യോഹന്നാൻ 1:7 അഭിഷേകത്താൽ, സങ്കീർത്തനം 107:20 അഭിഷേകത്താൽ, സങ്കീർത്തനം 18:29 അഭിഷേകത്താൽ ഇപ്പോൾ എല്ലാ പൈശാചിക പാപത്തിന്റെ ബന്ധനങ്ങളും വിട്ടുപോകാൻ പ്രാർത്ഥിക്കുക. പാപത്തിന്റെ ബന്ധനങ്ങൾ വിട്ടുപോകുക. ഏത് പാപമാണ് ഞാൻ ആവർത്തിച്ച് ചെയ്യുന്നത്? എൻ്റെ ഓർമ്മയിലുള്ള ഒരു പക്ഷേ ഞാൻ ഡീപ്പ് റിപ്പന്റൻസോടുകൂടി, യഥാർത്ഥ അനുതാപമില്ലാതെ ഇതുവരെയും കുമ്പസാരിച്ച പാപങ്ങളെ ഓർക്കുക. ഏതെങ്കിലും ഒരു പാപം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന പാപങ്ങൾ, ഏത് പാപത്തിലാണ് എന്നെ പിശാച് ബന്ധിച്ചിടുന്നത്? റൂട്ട് സിൻസ് ഓർക്കുക. ഒരു പക്ഷേ എൻ്റെ അഹങ്കാരം, എൻ്റെ അസൂയ, എൻ്റെ കോപം, എൻ്റെ കൊതി, എൻ്റെ ജഡിക പാപം, ഏത് അലസത, ഏത് ജഡിക പാപത്തിലാണ് എന്നെ പിശാച് ബന്ധിച്ചിടുന്നത്? ഏത് മൂലപാപങ്ങളിലാണ് എന്നെ ബന്ധിച്ചിടുന്നത്? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏത് കൽപ്പനകളാണ് ആവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ തെറ്റുന്നത്? ഈ നിമിഷം യേശുവിൻ്റെ മുൻപിലേക്ക് കൊടുത്തു പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ വിശുദ്ധ കുർബാനയിലേക്ക് കൊടുത്തു പ്രാർത്ഥിക്കുക. ചൊല്ലിത്തരുന്ന വചനം ഏറ്റുചൊല്ലുക. നമുക്ക് ദോഷകരമായിരുന്ന സകലതിനെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. അവൻ നമുക്കുള്ള പരിഹാര ബലിയാണ്. യേശുവേ, ഈ ബലിയുടെ അനന്തകോടി യോഗ്യതയാൽ ഈശോയെ, വിശുദ്ധ കുരിശിന്റെ അനന്തകോടി യോഗ്യതയാൽ എന്നിലുള്ള, എന്റെ കുടുംബത്തിലുള്ള എല്ലാ പാപങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. യേശുവേ, എന്റെ മേൽ
കരുണയായിരിക്കണമേ. യേശുവേ എന്റെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ കഴിഞ്ഞ കാല പാപത്തെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ദൈവസ്നേഹത്തെ തള്ളിപ്പറഞ്ഞ ദൈവഹിതത്തിന് എതിരായിട്ട് സംസാരിച്ചു പോയ, ചിന്തിച്ചു പോയ, പ്രവർത്തിച്ചു പോയ എല്ലാ നിമിഷങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പാപത്തെയും പാപമാർഗങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവേ 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 കരുണയായിരിക്കണമേ, 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 കരുണയായിരിക്കണമേ. കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കൂ, കണ്ണിലടയ്ക്കൂ. 2, നമ്മുടെ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. ഈശോ പറഞ്ഞു മാനസാന്തരപ്പെടുക. അപ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ആദ്യം പറഞ്ഞത് മനസ്സിനെ കുറിച്ചാണ്. യേശു ശരീരത്തെക്കുറിച്ചല്ല പറഞ്ഞത്, യേശു പറഞ്ഞത് മനസ്സിനെ കുറിച്ചാണ്. മാനസാന്തരപ്പെട്, ദൈവരാജ്യ സമയം. ഇപ്പം നമ്മുടെ മനസ്സ് മാറണം. നമുക്കറിയാം മനസ്സിന് 3 തലങ്ങളുണ്ട്. ഒന്ന് അപബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ബോധ മനസ്സ്. ഇന്ന് രാവിലെ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ അത് ബോധ മനസ്സിൽ നിന്ന് ഉത്തരം വരും. എന്നാൽ 10 വർഷം മുമ്പ് ഒരാളെ നമ്മളെ ചീറ്റ് ചെയ്തു, അതൊക്കെ മറന്നു. എന്നാൽ അയാളെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. അത് കിടക്കുന്നത് അപബോധ മനസ്സിലോ അല്ലെങ്കിൽ ഉപബോധ മനസ്സിലോ ആകാം. അപ്പോൾ നമുക്ക് ഹീലിംഗ്, സൗഖ്യം വേണ്ടത് ഒരു തലത്തിലല്ല, മനസ്സിൻ്റെ 3 തലങ്ങളിലും സൗഖ്യം സംഭവിക്കണം. കരങ്ങൾ 2 ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഈശോയെ, എൻ്റെ മനസ്സിൽ ഏറ്റ മുറിവുകൾ, ഒരു പക്ഷെ എനിക്കാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു, എനിക്ക് നിസ്സാരമായ കാര്യത്തിന് ടെൻഷൻ വരുന്നു, എനിക്ക് പെട്ടെന്ന് ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര ആൻസൈറ്റി ഉണ്ടാകുന്നു, എനിക്ക് പെട്ടെന്ന് കോപം വരുന്നു. നമ്മൾ ഈ കോപത്തെ മാറ്റാൻ ശ്രമിച്ചാൽ സാധിക്കില്ല. ഞാൻ പല പ്രാവശ്യം തീരുമാനമെടുത്തു ആ ജഡിക പാപം ചെയ്യില്ല, പക്ഷെ ഞാൻ വീണ്ടും അത് റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നു. കാരണം പാപം ചെയ്യുന്നത് ബോഡിയിലാണെങ്കിലും പാപം കിടക്കുന്നത് മനസ്സിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇന്നർ വൂൺസിൽ നിന്നുള്ള വിടുതലാണ്. ആന്തരിക മുറിവുകൾ നമ്മെ പാപത്തിലേക്ക് നയിക്കും. 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഒരുപക്ഷെ ഞാനിപ്പോൾ ചില പാപത്തിൻ്റെ ബന്ധനത്തിലാണ്, ചിലപ്പോൾ ഞാൻ ചില ദുഃഖത്തിൻ്റെ ബന്ധനത്തിലാണ്, ഭയത്തിൻ്റെ ബന്ധനത്തിലാണ്. എനിക്ക് സന്തോഷമില്ല, എനിക്കൊട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല, എനിക്കൊട്ടും ഒരു ഉന്മേഷം തോന്നുന്നില്ല. അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൃപയൊഴുകട്ടെ. 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് കണ്ണടയ്ക്കുക. ഒരിക്കൽ കൂടി വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. ഇപ്പോൾ ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക. ഒരു പക്ഷെ അവരെനിക്ക് ദുഃഖങ്ങൾ നൽകി, മറ്റുള്ളവർക്ക് നമ്മളോട് വേദനയുണ്ട്, ദുഃഖമുണ്ട്, നമ്മളോട് പരിഭവമുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ കുരിശിൻ്റെ വിടുതൽ മനസ്സിൽ വരട്ടെ. നമ്മളുടെ മനസ്സിൽ ഒരു ആന്തരിക മുറിവിരുന്നാൽ അത് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, നമ്മുടെ പ്രാർത്ഥനയെ ബാധിക്കും, നമ്മുടെ ബന്ധങ്ങളെ തകർക്കും, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകും. അപ്പോൾ പല ഭൗതിക തടസ്സങ്ങൾക്കും പിന്നിൽ ആന്തരിക മുറിവുകളുണ്ട്. പല ജീവിതത്തിൻ്റെ പാപങ്ങൾക്ക് പിന്നിലും ആന്തരിക മുറിവുകളുണ്ട്. അതുകൊണ്ടാണ് 85% ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക്. 85% രോഗങ്ങളും മനസ്സിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് ശാസ്ത്രം പറയുന്നു. ഒരുപക്ഷെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇപ്പോൾ ലൈവ് സ്ട്രീമിങ്ങിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, എവിടെയായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ നിമിഷം യേശുവിൻ്റെ വിടുതൽ. യേശുവേ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. വ്യക്തികളിലേക്ക് നോക്കരുത്, ആ വ്യക്തിയാണ് ഇത് നൽകിയത്, മറിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഡെലിവറൻസ്, ഇപ്പോൾ കൃപയൊഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുക, ഇപ്പോൾ പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് 2 കരങ്ങളും ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് വെച്ച്
ഏറ്റവും പ്രാർത്ഥിക്കുക. ഈശോയെ, ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊളോസോസ് 2:14 നമുക്ക് ദോഷമായിരുന്ന സകലതിനെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഈ വചനത്തിന്റെ അനന്ത യോഗ്യതയാൽ എല്ലാ ആന്തരിക മുറിവുകളും സുഖപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവിധ മാനസിക ബുദ്ധിമുട്ടുകളെയും മനസ്സിന്റെ മുറിവുകളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തിരുരക്തത്താൽ എന്റെ മനസ്സിനെ കഴുകണമേ. ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്താൽ എന്റെ മനസ്സിനെ കഴുകണമേ. ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്താൽ എന്റെ മനസ്സിനെ കഴുകണമേ. ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവൻ ശരീരത്തിൽ നമുക്ക് വേണ്ടി സഹിച്ചു. യേശു ഒരു ശരീരത്തെ ഏറ്റെടുത്തു. ഈ ശരീരത്തിൽ നമുക്ക് വേണ്ടി സഹിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഈശോയുടെ അടുത്ത് നിക്കോദേമോസ് വന്നപ്പോൾ നിക്കോദേമോസിനോട് ഈശോ പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. അപ്പോൾ നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കാൻ സാധിക്കുമോ? നിക്കോദേമോസ് ചോദിച്ച ചോദ്യം, എനിക്ക് ജനിക്കാൻ എൻ്റെ അപ്പനും അമ്മയും ശരീരം നൽകി, ഇനി അവർക്ക് എനിക്ക് ശരീരം തരാൻ സാധിക്കില്ല. ഫ്രം വെയർ ഐ വിൽ ഗെറ്റ് എ ബോഡി ടു റീബർത്ത് ഫോർ. അപ്പോൾ യേശു കൊടുക്കുന്ന ഉത്തരവാണ്, എനിക്ക് എങ്ങനെ വീണ്ടും ജനിക്കാൻ സാധിക്കും? എനിക്ക് എങ്ങനെ വീണ്ടും ജനിക്കാൻ സാധിക്കും? അതിന് ഈശോ കൊടുക്കുന്ന ഉത്തരവാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ബോഡി. ഇത് യേശുവിൻ്റെ ശരീരമാണ്. എന്തിന്? നമ്മൾ വീണ്ടും ജനിക്കാൻ, ജീവൻ ഉണ്ടാകാൻ. അപ്പം നമുക്ക് ദൈവിക ജീവൻ കിട്ടുകയാണ്. നമുക്കറിയാം പല ജീവനുണ്ട്. എന്നാൽ മാനുഷിക ജീവനുണ്ട്, മൃഗങ്ങൾക്ക് ജീവനുണ്ട്, ചെടികൾക്ക് ജീവനുണ്ട്, എല്ലാത്തിനും ജീവനുണ്ട്. എന്നാൽ ഈ മനുഷ്യ ജീവനിൽ നിന്ന് ഞാൻ ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കണം. എങ്ങനെ? ഞാൻ ദൈവത്തിലേക്ക്, യേശുവിലേക്ക് എത്തുമ്പോൾ, ഞാൻ വിശുദ്ധ കുർബാനയിലേക്ക് എത്തുമ്പോൾ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് കണ്ണടയ്ക്ക് ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എവിടെയെങ്കിലും ശരീരത്തിൽ വേദന, രോഗം ഇപ്പോൾ യേശു സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ സുഖപ്പെടട്ടെ. ഇപ്പോൾ ശരീരത്തിൽ ഏതെങ്കിലും വേദനയുള്ളവർ, ശിരസ് മുതൽ കാൽപാദം വരെ വേദന, തലവേദന, സിവിയറായ ബാക്ക് പെയിൻ, മുട്ടുവേദന, പാർക്കിൻസൺസ്, ലിവർ സംബന്ധമായ രോഗം, കിഡ്നി സംബന്ധമായ രോഗം, അതിൻ്റെ വേദനകൾ, അടിവയറ്റിൽ വേദന, ബ്ലീഡിങ്, ഇങ്ങനെ ഏതെങ്കിലും വേദന, ഞാൻ ഈ പറഞ്ഞതോ പറയാത്തതോ ആയ ഏതെങ്കിലും രോഗമോ വേദനയുള്ളവർ ഇപ്പോൾ വലതുകര ഉയർത്തിപ്പിടിക്കുക. ലൈവ് സ്ട്രീമിങ്ങിൽ ഈ ശുശ്രൂഷ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നവർ, രോഗക്കിടക്കയിലായിരുന്നു കൊണ്ട്, ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നവർ, ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടേക്ക് വരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ കിടപ്പ് രോഗികൾ, ഒരുപക്ഷെ ഹോസ്പിറ്റലായിരിക്കുന്നവർ, ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ആയിരിക്കുന്നവർ, ഇപ്പോൾ ലൈവ് സ്ട്രീമിങ്ങിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ രോഗത്തെ ഓർത്ത് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വലതുകരം ഉയർത്തുക. ഇടതുകരത്തിൻ്റെ കൈപ്പത്തി, ഇടതുകരം നിങ്ങളുടെ രോഗമുള്ള വേദനയുള്ള ഭാഗത്ത് വയ്ക്കുക. ഇപ്പോൾ അവിടേക്ക് ശക്തി, ഇപ്പോൾ യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ഒരുപക്ഷെ ബാക്ക് പെയിൻ, ഒരുപക്ഷെ വർഷങ്ങളായിട്ടുള്ള ഷോൾഡറിൻ്റെ പെയിൻ, ഒരുപക്ഷെ വർഷങ്ങളായിട്ടുള്ള മുട്ടുകാലിൻ്റെ വേദന, ഒരുപക്ഷെ വർഷങ്ങളായിട്ടുള്ള ബ്ലീഡിങ്, ഒരുപക്ഷെ അലർജി, സ്കിൻ അലർജി, ഇന്ന് ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിൽ വേദന, ഇപ്പോൾ അത് സൗഖ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യേശു സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ ശക്തി. ലൂക്ക 6:17-19
യേശുവിൻ്റെ ശക്തി, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാവരും അവനെ തൊടുവാൻ ആഗ്രഹിച്ചു, കാരണം അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേ പവർ ഇപ്പോൾ നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഇപ്പോൾ അതേ പവർ ഇറങ്ങുന്നു. ഇപ്പോൾ വിശ്വസിക്കുക, അത് ദൈവഹിതമാണെങ്കിൽ ഇപ്പോൾ സൗഖ്യം, ആ വേദന മാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഈശോയെ, ശിരസ് മുതൽ കാൽപാദം വരെയുള്ള എല്ലാ രോഗപീഠകളെയും യേശുവിൻ്റെ കുരിശിൻ്റെ അനന്തകോടി യോഗ്യതയിൽ ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ വിശുദ്ധ കുർബാനയുടെ അനന്തകോടി യോഗ്യതയിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠങ്ങളെ, രോഗത്തിൻ്റെ സ്വാധീനങ്ങളെ, കാരണങ്ങളെ യേശുവെ ബന്ധിക്കുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിനെ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. രോഗത്തിൻ്റെ എല്ലാ തിന്മയുടെ ശക്തികളും ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ വിടുവിലുമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ രോഗപീഠകളെയും, രോഗത്തിന്റെ ശക്തികളെയും യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. എല്ലാ രോഗപീഠകളെയും യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക്, ബാക്ക് പെയിൻ യേശുവെ സമർപ്പിക്കുന്നു. കഴുത്തുവേദന സമർപ്പിക്കുന്നു. കാൽ വേദന സമർപ്പിക്കുന്നു. ബ്ലീഡിംഗ് സമർപ്പിക്കുന്നു. മക്കളില്ലാതെ ദമ്പതികളെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ in the name of the Father and of the Son and of the Holy Spirit, I cast out all the evil spirit, all the unclean spirit, all the spirit of scarcity, all the sickness. Hallelujah, 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 hallelujah. യേശുവേ ആരാധന. Hallelujah, 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 hallelujah. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ മുട്ടിന്മേലായിരിക്കാം. പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. എല്ലാ പാപികളെയും നമ്മൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ പാപികളുടെയും മാനസാന്തരം. ഈശോ ഈ ഭൂമിയിൽ കുരിശിൽ മരിച്ചത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്, സകലരുടെയും രക്ഷ. ഈശോയെ ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. എല്ലാവരും യേശുവിനെ അറിയാത്ത ഇടങ്ങളെ, യേശുവിനെ കുറിച്ച് കേൾക്കാത്ത മക്കളെ സമർപ്പിക്കുന്നു. യേശുവിനെ കുറിച്ച് ഇതുവരെ അറിയാത്തവർ, യേശുവിൻ്റെ രക്ഷ അനുഭവിക്കാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, യേശുവെ സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ, ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ